ഹായ് ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു യെല്ലോ റോസ് പ്ലാന്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മേടിച്ച ആ ഒരു സ്റ്റേജിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. നമ്മൾ മേടിച്ചപ്പോൾ കുറച്ച് പൂക്കളും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറച്ച് വിരിയാറായിട്ടുള്ള മുട്ടകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്യാം, അതുപോലെ തന്നെ പ്രൂണിങ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഫോളോവർ പറഞ്ഞായിരുന്നു ഈ ഒരു യെല്ലോ റോസ് പ്ലാന്റ്സ് ഒക്കെ പിടിച്ച് കിട്ടാൻ കുറച്ച് പ്രയാസമാണെന്നുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊന്ന് റിപ്പോർട്ട് ചെയ്യാം, അതിനുശേഷം നമുക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണേ. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു കറക്റ്റ് ഒരു പോട്ട് എടുക്കാം. അപ്പോൾ നല്ല ഡ്രെയിനേജ് ഹോളുള്ള പോട്ടൊക്കെ ആണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആ ഒരു പൊട്ടി ഓടും കഷ്ണമൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളക്കെട്ട് അധികം പാടില്ല. അതേപോലെ തന്നെ നമ്മൾ പോട്ടിംഗ് മിക്സായിട്ട് എടുക്കുന്നത് സാധാരണ നോർമൽ ഗാർഡൻ സോയിൽ തന്നെയാണ്, വേറെ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സോയിലാണ് നമ്മൾ ആ ഒരു പ്ലാന്റിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകണേ കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു പോട്ടിൽ നിന്ന് ആ ഒരു പ്ലാന്റിന് ഒറ്റയടിക്കൊന്നും പൊക്കിയെടുക്കരുത്. അപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ ഒരു ചുവന്ന മണ്ണായിരിക്കും, അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നല്ല കട്ടയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒറ്റയടിക്ക് പൊക്കുമ്പോൾ നമ്മുടെ റൂട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല സൈഡിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, മണ്ണൊക്കെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം സേഫായിട്ട് തന്നെ നമ്മുടെ ആ ഒരു പ്ലാന്റിനെ ഒന്ന് പൊക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു റൂട്ടൊക്കെ കട്ടായി പോകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ പാടി തന്നെ നമ്മുടെ ആ ഒരു സെറ്റ് ചെയ്തേക്കുന്ന പോട്ടിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ ഒരു പോട്ടി മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫൈനലി നമ്മുടെ റിപ്പോർട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ പ്രൂൺ ചെയ്ത വീഡിയോ എനിക്ക് റെക്കോർഡ് ആയില്ല കേട്ടോ. അപ്പോൾ ഞാനതൊരു വേറൊരു പ്ലാന്റിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെ പൂവിൽ നിന്ന് ഒരു തൊട്ട് താഴെ 2 ലീഫിന് താഴെയായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വേറെ ബ്രാഞ്ചസ് ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ പ്രശ്നമാണ് ഇതുപോലെ കമ്പ് മേളിൽ നിന്ന് അങ്ങനെ ചീഞ്ഞ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു താഴെ നിന്ന് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴത്തേക്ക് ആ ഒരു ചീച്ചിൽ വരാൻ ചാൻസ് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ റീപ്പോർട്ടിങ്ങും പ്രൂണിങ്ങും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നോക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റിന് ഒരു കുറഞ്ഞത് ഒരു ദിവസം ഒരു 6-7 മണിക്കൂറെങ്കിലും വെയിൽ കൊള്ളിക്കണം കേട്ടോ. അപ്പോൾ സൺലൈറ്റ് നമുക്ക് മസ്റ്റാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു മഞ്ഞ നിറത്തിലേക്ക് ആ ഒരു ഇലകൾ മാറുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ അംശമുള്ളത് കൊണ്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ വെയിൽ കൊള്ളിക്കുക. അതേപോലെ തന്നെ ആ ഒരു മണ്ണ് ഡ്രൈ ആവുന്നതനുസരിച്ചിട്ട് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. 2 ആഴ്ച കൂടുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ വളമൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വേറെ വളങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, ആ ഒരു ഗാർഡൻ സോയിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഒരു 1 വീക്ക് കഴിയുമ്പോഴേക്കും അത്യാവശ്യം ചാണകപ്പൊടിയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ പ്ലാന്റിനെ ഒന്ന് കെയർ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചേക്കട്ടോ.